സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. അഭിവന്ദ്യ ശ്രോതാക്കൾക്ക് ഈ ഉള്ളവന്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനത്തിന്റെ 32ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിക്കേണ്ടുന്ന ഭാഗം 3-ാം അധ്യായത്തിൽ 1531 വരി മുതലാണ്. കോസല രാജ്യം ഉത്തര കോസലമെന്നും ദക്ഷിണ കോസലമെന്നും രണ്ടായി പകുത്ത് ലവകുശന്മാരെ ഓരോന്നിന്റെയും ഭരണാധികാരികളായി നിയോഗിച്ചു. ശൈലൂഷ രാജ്യം രണ്ടായി വിഭജിച്ചു. അവയിൽ താരാപഥത്തിൽ ഭരതപുത്രനായ അംഗദനെയും ചന്ദ്രകാന്തത്തിൽ ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിനെയും രാജാക്കന്മാരായി അവരോധിച്ചു. ശത്രുഘ്നപുത്രനായ ചിത്രകേതുവിനെ മധുരാപുരിയിൽ മന്നനായി വാഴിച്ചു. അങ്ങനെ ആ 5 രാജ്യങ്ങളുടെയും ഭരണം തങ്ങളുടെ പുത്രന്മാരെ പരമേൽപ്പിച്ചു. എങ്കിലും അതിന്റെ ഭരണം മേൽക്കോയ്മ ഇങ്ങ് അയോധ്യയിൽ രാമചന്ദ്രൻ തന്നെ നിർവഹിച്ചു പോന്നു. അദ്ദേഹത്തെ സഹായിക്കാനായി ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ അദ്ദേഹത്തോടൊപ്പം അയോധ്യയിൽ തന്നെ താമസിച്ചു. ഇപ്രകാരം സർവലോക സമാരാധ്യനായി രാമചന്ദ്ര പ്രഭു അയോധ്യയിൽ വാണുവരവേ ഒരു ദിവസം ഒരു മാമുനി ശ്രേഷ്ഠൻ അദ്ദേഹത്തെ സന്ദർശിക്കാനായിട്ടെത്തി. അദ്ദേഹത്തെ പൂജിച്ച് സൽക്കരിച്ചിരുത്തി. അദ്ദേഹം പറഞ്ഞു, വളരെ അതീവ രഹസ്യമായ ഒരു കാര്യമാണ് എനിക്ക് അങ്ങോട്ട് ഉണർത്തിക്കാനുള്ളത്. നമ്മൾ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ മധ്യേ അങ്ങോട്ട് ആരും കടന്നു വരാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ വധിക്കാമെന്നുള്ള ഒരു സത്യം അങ്ങ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ പരമരഹസ്യം അങ്ങേ അറിയിക്കാൻ സാധിക്കൂ. മറ്റൊന്നും ആലോചിക്കാതെ രാമദേവൻ ആ സത്യം ചെയ്തു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി മന്ത്രശാലയിലേക്ക് പോയി. താപസവര്യൻ രാമദേവനോട് ആ പരമരഹസ്യം പറയാൻ തുടങ്ങി. അതിനു മുമ്പ് അനുജനായ ലക്ഷ്മണനെ നിയോഗിച്ചിരുന്നു. ഞങ്ങളുടെ സംഭാഷണം തീരും വരെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടരുത്. സത്യപ്രകാരം ആര് വന്നാലും അവരെ രാമദേവൻ വധിക്കും, അല്ലെങ്കിൽ രാമദേവനെ വധിച്ചേ പറ്റൂ. അപ്പോൾ താപസവര്യൻ തന്റെ ആ സംഭാഷണം തുടങ്ങുകയാണ്. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ധർമ്മതൽപരനായ ധർമ്മരാജന്യാനിക ബ്രഹ്മാവിൻ നിയോഗത്താൽ വന്നിതെന്നറിഞ്ഞാലും. ആരായിരുന്നു ആ മുനി? ധർമ്മതൽപരനായ യമധർമ്മരാജാവ്.
ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത്. ബ്രഹ്മാവിന്നരുളപ്പാടെല്ലാമേ ചൊല്ലാമല്ലോ, ചിന്മയനായ ഭവാനാദികാലത്തു മുതാ സർവലോകങ്ങളെയും തങ്കലെ അടക്കിക്കൊണ്ടവ്യയനായ ഭവന്നാഭിപങ്കജത്തിങ്കൽ എന്നെയും നിർമ്മിച്ചുടൻ അനന്താകൃതി പൂണ്ട് പന്നകമായ തൽപേ പള്ളി കൊള്ളുന്ന നേരം. ബ്രഹ്മാവ് എന്താണ് പറഞ്ഞതെന്ന് രാമചന്ദ്രനെ അറിയിക്കുകയാണ്. അങ്ങ് ആദികാലത്ത് സർവലോകങ്ങളും തങ്കയിൽ അടക്കിക്കൊണ്ട്, അതായത് ആ വിരാട് പുരുഷനായ അങ്ങ് ആ നാഭികമലത്തിൽ എന്നെ നിർമ്മിച്ചു. അതായത് ഇത് ബ്രഹ്മാവ് പറഞ്ഞാണല്ലോ, ബ്രഹ്മാവിനെ നിർമ്മിച്ചു. അനന്താകൃതി കൊണ്ട് പന്നകമായ തൽപേ, ആ അനന്തശായിയായ അങ്ങ് അങ്ങനെ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന നേരം തന്നെ കർണമലം കൊണ്ടു നിർമ്മിച്ചിടിനാൻ ഉന്നതന്മാരാം മധുകൈടഭാസുരന്മാരെ. ആ ഭഗവാന്റെ കർണമലം, കാതിൽ ഉണ്ടായിരുന്ന അഴുക്കിൽ, അതിൽ നിന്നും മധു എന്നും കൈടവൻ എന്നും രണ്ട് അസുരന്മാർ ഉണ്ടായി. യുദ്ധം ചെയ്തയ്യായിരം ദിവ്യവത്സരത്തിനാൽ ഉദ്ധതന്മാരെ വധിച്ചവർകൾ മേധസ്സിനാൽ. അവരുണ്ടായപ്പോൾ തന്നെ ആ ജനിച്ച കാരണത്തോട് തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി, ഭഗവാനോട് തന്നെ. അങ്ങനെ ആ യുദ്ധത്തിൽ അവരെ രണ്ടുപേരെയും വധിച്ചു. 5000 സംവത്സരമാണ് ആ യുദ്ധം നീണ്ടു നിന്നതെന്ന് പറയുന്നു. അവരുടെ മേധസ് കൊണ്ടാണ് മേദിനി, അതായത് ഭൂമിയെ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന പേര് കിട്ടിയത്. മേദിനി തന്നെ നിർമ്മിച്ചോരനന്തരം ഭവാൻ ദാതാവാം എന്നെ കൊണ്ടു നിർമ്മിപ്പിച്ചിതു പിന്നെ നാനാ ജന്തുക്കളെയും ഈ 7 ലോകങ്ങളും. മനമോടവറ്റെ താങ്ങുന്നതും നീ താനല്ലോ. ഇപ്രകാരം ഭൂമിയുണ്ടായി. പിന്നെ അങ്ങയുടെ നാഭി പങ്കജത്തിൽ നിന്നും എന്നെ സൃഷ്ടിച്ചു. അങ്ങയുടെ നിയോഗപ്രകാരം ഞാൻ നാനാ ജന്തുക്കളെയും ഈ 7 ലോകങ്ങളെയും നിർമ്മിച്ചു. എല്ലാത്തിൻ്റെയും ആധാരം അങ്ങ് തന്നെയാണ്. ഓരോരോ തരം അവതാരം ചെയ്തിന്ദ്രാദികൾക്ക് ഓരോരോ തരമുണ്ടാമാവത്തു തീർത്തുകൊണ്ട് ധർമ്മത്തെ സ്ഥാപിച്ച ധർമ്മങ്ങളെ ക്ഷയിപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു രക്ഷിക്കുന്നതും ഭവാൻ. അങ്ങ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ദേവന്മാർക്ക് ഉണ്ടാകുന്ന ആപത്തുകൾ അപ്പോൾ തന്നെ തീർത്തു കൊടുക്കുന്നതും അങ്ങ് തന്നെയാണ്. ഭൂമിയിൽ ധർമ്മക്ഷയം ഉണ്ടാകുമ്പോൾ അതിനെ പുനഃസ്ഥാപിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഇക്കാലം ദശരഥപുത്രനായി പിറന്നുടൻ ഇക്ഷ്വാകുവംശത്തെയും വർദ്ധിപ്പിച്ചാനുദിനം വത്സരം 11,000 ചെന്നു ഭക്തവത്സല കാലം ത്രേതായുഗമെന്നറിഞ്ഞാലും. അല്ലയോ രാമദേവ, സൂര്യവംശത്തിൽ ദശരഥപുത്രനായി അങ്ങ് പിറന്നിട്ട് ഇപ്പോൾ 11,000 സംവത്സരം കഴിഞ്ഞിരിക്കുന്നു. ത്രേതായുഗമാണിപ്പോൾ. മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ വസിച്ചതും
മാനവവീര മതിയെന്നു ധാതാവിന്മതം. അങ്ങയുടെ അവതാര കാര്യം പൂർണ്ണമായി കഴിഞ്ഞു. അപ്പോൾ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചത് മതി എന്നാണ് ബ്രഹ്മദേവന്റെ അഭിപ്രായം. ബാലന്മാർ താതനോട് പറയും വണ്ണം ഞാൻ ഈ കാലദേശാവസ്ഥകൾ ചൊന്നതു ധരിച്ചാലും. ഇതൊരു ആജ്ഞയൊന്നുമല്ല. മക്കൾ അച്ഛനോട് എപ്രകാരമാണോ ചില കാര്യങ്ങൾ അറിയിക്കുന്നത് അങ്ങനെ കരുതിയാ മതി. ബ്രഹ്മാവ് എത്ര ബഹുമാനത്തോടു കൂടിയാണ് തൻ്റെ അഭിപ്രായം രാമദേവനെ അറിയിക്കുന്നതെന്ന് നോക്കിയാട്ടെ. ധാതാവ് മുന്നം അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചിതിപ്പോഴവ അവതാര കാര്യങ്ങൾ നാഥ. ധാതാവ് മുന്നം അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചിതിപ്പോഴവതാര കാര്യങ്ങൾ നാഥ. ധാതാവിൻ്റെ അപേക്ഷ മാനിച്ചാണല്ലോ സാക്ഷാൽ വൈകുണ്ഠനാഥൻ അയോധ്യയിൽ പിറന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, ആ അവതാര കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. വൈകുണ്ഠലോകത്തിങ്കൽ എഴുന്നള്ളുവാൻ കാലം വൈകരുതെന്നു ധാതാ ചൊൽകയാൽ വന്നു ഞാനും. അതുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളുവാനുള്ള സമയമായി അങ്ങേക്ക്. ദേവന്മാരാണെങ്കിലും മനുഷ്യ ദേഹം എടുത്തതിനാൽ വിസ്മൃതിയിൽ ആണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ രാമദേവന്റെ പട്ടാഭിഷേക സമയത്ത്, അതായത് ആദ്യം രാജാവായി വാഴിക്കാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ച സമയത്ത് നാരദൻ എഴുന്നള്ളി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടി വന്നതും ഇപ്പോൾ ധർമ്മരാജാവ് മാമുനി വേഷം ധരിച്ച് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതും. അപ്പോൾ സാധാരണ മനുഷ്യരുടെ കാര്യം ഏത് ലെവലിലാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ധർമ്മരാജന്റെ വാക്കുകൾ കേട്ടിട്ട്, അതായത് ബ്രഹ്മാവിന്റെ അഭിപ്രായം കേട്ടിട്ട് രാമദേവൻ എന്താണ് പറഞ്ഞത്? എന്നുടെ മനസ്സിലുമുണ്ടിതു വിദർഭതേ, വന്നിടുന്നുണ്ടു കാലം വൈകാതെ ഞാനും നൂനം. ഈ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. അധികം താമസിയാതെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിവർ തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യേ വന്നിതു ദുർവാസാവും ഗോപുരദ്വാരത്തിങ്കൽ. ഇപ്രകാരം അവരുടെ സംഭാഷണം തുടരവേ അതാ ദുർവാസാവ് മഹർഷി എത്തിയിരിക്കുന്നു അയോധ്യയിലേക്ക്. ലക്ഷ്മണനോട് മുനിമുഖ്യനും അരുൾ ചെയ്തു, ലക്ഷ്മി വല്ലഭൻ തന്നെ കാൺമാനായി ഞാനുമത്ര നിൽക്കുന്നിതെന്നു ചെന്നു വൈകാതെ പറക നീ സൽക്കരിപ്പതിനെന്നെ പാർപ്പിച്ചിടരുതേതും. അതെ ലക്ഷ്മണ, നീ പോയി വേഗം ലക്ഷ്മിപതിയായ രാമദേവനോട് പറയുക, ഞാനിതാ നിന്നെ കാണാനായിട്ട് എത്തിയിരിക്കുന്നു. ഒരല്പം പോലും എനിക്കിവിടെ കാത്തു നിൽക്കാൻ സമയമില്ല. എല്ലാത്തിനും വേണമല്ലോ ഓരോ നിമിത്തം. എന്നതു കേട്ടു ഭീതി പൂണ്ടു ലക്ഷ്മണൻ ചൊന്നാൻ, ഇന്നഭിമതമെന്തെന്നരുളി ചെയ്യേ വേണ്ടു. ലക്ഷ്മണനെ നിയോഗിച്ചിരിക്കുകയാണ് അകത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന്. അതുകൊണ്ട് ലക്ഷ്മണൻ പേടിച്ചിട്ട് പറയുകയാണ്, അങ്ങ്
അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്നോട് അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ മുഹൂർത്തം നിന്നരുളിയിടുക വേണം. അല്ലലുണ്ടഗ്രജനു കാക്ഷണം കാലം പോറ്റി. അങ്ങ് അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാം, ഒരു കാൽക്ഷണം കാത്തു നിൽക്കണം. കാരണം ജ്യേഷ്ഠൻ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നതു കേട്ടു മുനി കോപം പൂണ്ടരുൾ ചെയ്തു. ഇന്നിനി പാർപ്പാൻ എനിക്കില്ല അവസരമേതും. ഭൂപതി തന്നെ കാണാനില്ല അവസരമെങ്കിൽ ശാപത്താൽ മുടിപ്പഞ്ഞാൻ ഭാനുവംശത്തെയെല്ലാം. അതാ കിടക്കുന്നത്. എനിക്കൊരു അര സെക്കൻഡ് പോലും കാക്കാൻ സമയമില്ല. അത്യധികം കോപത്തോടു കൂടി ദുർവാസാവ് പറയുകയാണ്, അതല്ല, എന്നെ രാജാവിനെ കാണിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ സൂര്യവംശം മുഴുവൻ ഞാനിപ്പോൾ തന്നെ ശാപിച്ച് ഭസ്മമാക്കും. എന്നതു കേട്ട നേരം സൗമിത്രി വിചാരിച്ചാൽ, ഇന്നു ഞാൻ മൂലം മുടിഞ്ഞിടരുതല്ലോ വംശം. വംശനാശത്തിൽ നല്ലൂ ഞാൻ ഏകൻ മരിപ്പതും സംശയമില്ലെന്നോർത്തു സൗമിത്രി പുറപ്പെട്ട. പ്രകൃത്യ കോപിഷ്ഠനും ഗർവിഷ്ഠനും ഒക്കെ ആയി ദുർവാസാവ് ശപിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യവംശം മുഴുവൻ നശിച്ചു പോകും. അയോധ്യയും നശിക്കുമോ ആ കൂട്ടത്തിൽ? ഞാൻ ഒരുത്തൻ നശിച്ചു പോയാലും സാരമില്ല, ഈ വംശം നിലനിൽക്കുമല്ലോ എന്നോർത്ത് രാജാവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ലക്ഷ്മണൻ ആ മന്ത്രശാലയിലേക്ക് പുറപ്പെട്ടു. രാമചന്ദ്രനെ കണ്ടു തൊഴുതു ചൊല്ലേടിനാൻ, വാമദേവാംശോദ്ഭൂതൻ താപസനത്രിപുത്രൻ ഗോപുരദ്വാരത്തിങ്കലുണ്ടു നിൽക്കുന്നു കാൺമാൻ. താപസോത്തമൻ തന്നെ ചെന്നു വന്ദിച്ചിടണം. അങ്ങനെ വളരെ അത്യധികം വിഷമത്തോടുകൂടി ലക്ഷ്മണൻ മന്ത്രശാലയിലെത്തി ആ ദുർവാസാവ് മഹർഷിയുടെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. അങ്ങ് പോയി അദ്ദേഹത്തെ സ്വീകരിച്ചു വന്ദിക്കണം എന്ന് പറഞ്ഞു. യുദ്ധമാകർണ്യ കാലനാകിയ മുനി തന്നെ സത്വരം പോകുന്നുടൻ അയച്ചു പുറപ്പെട്ടാൻ. ഉടൻ തന്നെ രാമദേവന് മനസ്സിലായി ദുർവാസാവിന്റെ ആഗമനോദ്ദേശവും തന്നോട് സംഭാഷണം ചെയ്തുകൊണ്ടിരുന്ന യമധർമ്മരാജാവിനെ ഉടൻ തന്നെ പറഞ്ഞയച്ചു. ഇവിടെ ദുർവാസാവ് മഹർഷിയെ വാമദേവാംശോദ്ഭൂതൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ശൈവാംശജനാണ്, പിന്നെ അത്രിപുത്രനാണ്, പിന്നെ കാലനെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ക്ഷിപ്രകോപിയാണ്. ഇവർക്കൊന്നും ആയുധത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, തന്റെ വാണികൾ തന്നെയാണ് ആയുധം. മുട്ടൻ തന്നെ ശാപം കൊടുത്തുകളയും. അത്രിപുത്രനെ തൊഴുതെന്തഭിമതമെന്നു ചിത്തമോദേന ചോദിച്ചളവു ചൊന്നാൻ മുനി. എല്ലാ സംഘർഷങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ദുർവാസാവ് മഹർഷിയെ വന്ദിച്ചുകൊണ്ട് രാമദേവൻ അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം ചോദിച്ചു. അപ്പോൾ മുനി പറയുകയാണ്, 1000 സംവത്സരമുണ്ടു ഞാൻ അനശനായിരിക്കുന്നു. പുനരിന്ന് അതിനവസാനം
പാരണ ചെയ്തിടണം ഇന്നതിനെനിക്കിപ്പോൾ പാരാതെ തരിക നീ ഭോജനമെന്ന നേരം. മൃഷ്ടമായ അന്നം കൊടുത്തിടിനാൻ നരേന്ദ്രനും തുഷ്ടി പൂണ്ടിതു മുനി തൃപ്തനായതു നേരം. ആശീർവാദവും ചൊല്ലിപ്പോയതു മുനീന്ദ്രനും ആശു മനസ്സേ ചിന്തിച്ചിടിനാൻ നരപതി. ദുർവാസ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി താൻ 1000 സംവത്സരമായിട്ട് ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അതിന് പാരണ വീടാൻ ഇന്നാണ് സമയം. എനിക്കതുകൊണ്ട് ഭോജനം തരണം. ഉടൻ തന്നെ ദുർവാസ മഹർഷിക്ക് മിഷ്ടാന്ന ഭോജനത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അദ്ദേഹം ഭോജനം അനുഭവിച്ചു. വേണ്ടുന്ന ആശീർവാദങ്ങളൊക്കെ കൊടുത്തു. സന്തോഷമായിട്ട് തിരിച്ചുപോയി. എന്തായാലും സത്യലംഘനം ഇവിടെ നടന്നു. സംഭാഷണ മധ്യേ ആര് മുറിയിൽ പ്രവേശിച്ചാലും അവനെ താൻ വധിക്കാമെന്ന് യമധർമ്മരാജാവിനോട് സത്യം ചെയ്തിട്ടുണ്ട്. മുറിയിൽ പ്രവേശിച്ചത് ആരാണ്? തൻ്റെ ഏറ്റവും വാത്സല്യമേറിയ അനുജൻ ലക്ഷ്മണൻ. ഇപ്പോൾ അവനെ വധിക്കേണ്ടിയിരിക്കുന്നു. നമ്മിലെ സംവാദങ്ങൾ കഴിഞ്ഞുകൂടും മുമ്പേ നമ്മുടെ മുമ്പിൽ വരുന്നവരെ വധിപ്പൻ ഞാൻ എന്നു താപസനോടു സത്യവും ചെയ്തേനല്ലോ. വന്നിക പറഞ്ഞതു ലക്ഷ്മണനല്ലോ താനും. എങ്ങനെ അവനെ ഞാൻ കൊല്ലുന്നു നിരൂപിച്ചാൽ മംഗളമല്ല സത്യലംഘനം ചെയ്യുന്നതും. ഞാൻ എങ്ങനെ അവനെ കൊല്ലും? എന്നാൽ സത്യലംഘനവും പാടില്ല. ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ രാമദേവൻ ഇങ്ങനെ ചെകുത്താനും നടുക്കടലിനുടക്കായി എന്ന് പറയുന്ന ആ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നോട് പരിതാപം കണ്ടാലും അയ്യോ പാപം എന്നു ഖേദിച്ചിടിനാൻ മാനവപ്രവരനും. അദ്ദേഹത്തിന്റെ പരിതാപത്തിന് അതിരില്ല. ആനനാബ്ജവും കുമ്പിട്ടാധിയിൽ മുഴുത്താതിദീനനായി മരുവീടും അഗ്രജൻ തന്നെ കണ്ടു. സന്തുഷ്ടഭാവത്തോടു സുമിത്രാപുത്രൻ ചൊന്നാൻ സന്താപം എന്നെ കുറിച്ചുണ്ടായിടൊല്ല നാഥ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നെ നിഗ്രഹിച്ചു നീ. യുദ്ധമോരോന്നേ സുമിത്രാത്മജൻ ചൊല്ലും തോറും എത്രയും വളർന്നിതു സന്താപം മേൽക്കുമേലേ. വെന്തൊരുകുന്ന വേദനയുമായി തലയും താഴ്ത്തി ഇങ്ങനെ നെടുവേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാമദേവനെ കണ്ടിട്ട് ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠ, അന്ന് എന്നോടൊരു കാരുണ്യഭാവമോ ഒരു ദയോ അങ്ങേക്ക് തോന്നരുത്. നമ്മുടെ വംശത്തെ രക്ഷിക്കണം, സത്യത്തെ രക്ഷിക്കണം. അതുകൊണ്ട് ഉടൻ തന്നെ അങ്ങനെ വധിച്ചു കളയൂ. ഇങ്ങനെയുള്ള തൻ്റെ അനുജന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ തൻ്റെ ദുഃഖം ഇരട്ടിക്കുകയാണ്. രാമന്റെ ഹൃദയവ്യഥ ആളിക്കത്തി.
മന്ത്രികളോട് കുലാചാര്യാദി ജനത്തെയും തൻ തിരുമുമ്പിൽ വരുത്തി പറഞ്ഞിതു നൃപൻ. സന്താപമൂലമെല്ലാം കേട്ടൊരു വസിഷ്ഠനും ചിന്തിച്ചു നരേന്ദ്രനോടന്നേരം അരുൾ ചെയ്താൻ. ഉടൻ തന്നെ കുലഗുരുവായ വസിഷ്ഠനെയും മറ്റു മന്ത്രിമാരെയും പ്രധാന വ്യക്തികളെയും ഒക്കെ വരുത്തി ഉണ്ടായ സംഭവങ്ങളൊക്കെ രാമദേവൻ അവരോട് അറിയിച്ചു. അപ്പോൾ വസിഷ്ഠമുനി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. സത്വരം സൗമിത്രിയെ വധിച്ചു പാലിക്ക നീ, സത്യത്തെ അല്ലെന്നാകിൽ മറയും ധർമ്മമല്ല. അല്ലയോ രാജാവേ, സൂര്യവംശത്തിന്മേൽ കളങ്കം ഏൽക്കരുതെങ്കിൽ ഉടൻ തന്നെ അങ്ങ് ലക്ഷ്മണനെ വധിക്കണം, സത്യത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ധർമ്മനാശത്താൽ ജഗത്രയവും മുടിഞ്ഞു പോം. നിർമ്മലൻ ദശരഥൻ നിന്നുടതാതൻ മുന്നം പുത്രസ്നേഹത്തെ ഉപേക്ഷിച്ചു പാലിച്ചാനല്ലോ. സത്യത്തെ അതുമൂലം തനിക്കു ദുഃഖത്തിനായി മൃത്യു വന്നതും പുനരെന്നതു ധരിക്ക നീ. പൃഥ്വിപാലന്മാരായാൽ സത്യത്തെ രക്ഷിക്കേണം. പണ്ട് നിന്നുടെ അച്ഛൻ സത്യപാലനത്തിനായി നിന്നെ വനത്തിൽ പറഞ്ഞയച്ചു. പുത്രവിയോഗത്താൽ ഉണ്ടായ ദുഃഖത്താൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അതുകൊണ്ട് രാജാവായാൽ സത്യത്തെ പരിപാലിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. സത്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. പുത്രധാരാർത്ഥാദികളോട് വേർപെട്ടിടാതെ ഈ ത്രിലോകത്തിലാരുമില്ലെന്നു ധരിച്ചാലും പുത്രന്മാരും പത്നിയായാലും പതിയായാലും അർത്ഥമായാലും ഇവയൊക്കെ ത്യജിച്ചു വേണം നമ്മൾക്ക് പോകുവാൻ. അതുകൊണ്ട് സോദര സ്നേഹം തവ പാരമുണ്ടറിഞ്ഞു ഞാൻ, സാദരമെന്നാകിലും സത്യത്തെ രക്ഷിക്കേണം. നിന്റെ അനുജനോടുള്ള ആ സ്നേഹത്തിന് എന്താ പറയുന്നത്, ഒരളവും കൽപ്പിക്കാനില്ല. എങ്കിലും സത്യത്തെ രക്ഷിക്കാനായി ലക്ഷ്മണനെ വധിച്ചേ മതിയാവൂ. ജ്യേഷ്ഠനെന്നും അനുജനെന്നുള്ള ദാക്ഷിണ്യമൊന്നും ഈ സത്യപ്രതിജ്ഞാ നിർവഹണത്തിന് പാടില്ല എന്നവർ പറയുന്ന വാക്കുകൾ കേട്ട നേരം തന്നുള്ളിൽ വളർന്നോരു ദുഃഖത്താൽ നരേന്ദ്രനും, പോക സൗമിത്രേ, ഭവാൻ നിന്നെ ഞാൻ ഉപേക്ഷിച്ചേൻ, ത്യാഗവും വധവും ഒക്കെ നിരൂപിച്ചു കണ്ടാൽ. കുലഗുരു പോലും ഈ വിധം ഉപദേശിച്ചത് കേട്ട് അത്യധികം താപകോപത്തോടു കൂടിയെങ്കിലും സൗമിത്രിയെ നോക്കിയിട്ട് രാമൻ പറയുകയാണ്, പോക സൗമിത്രിയെ, എന്റെ അനുജ, നീ എന്റെ മുന്നിൽ നിന്നും പോകൂ, ഇവിടെ ഇനി കണ്ടുപോകരുത്. നിന്നെ ഞാൻ ത്യജിച്ചിരിക്കുന്നു. ത്യാഗവും വധവും ഒക്കെ നിരൂപിച്ചു കണ്ടാൽ, ത്യജിക്കുന്നതും ത്യാഗവും വധവും തുല്യമാണ്. വധിക്കുന്നതിന് പകരം ആ പ്രാണതുല്യനായ അനുജനെ പരിത്യജിക്കുകയാണ് ചെയ്തത്. ജീവനമായ നിന്നെ ഇന്നുപേക്ഷിച്ചു ഞാനും ജീവിച്ചു വാണിടുമോ ഭൂമിയിൽ, എത്ര കഷ്ടം. നീ എന്റെ ജീവനാണ്, നിന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? പറ്റില്ല, കഷ്ടമാണ്.
അറ്റമില്ലാതെ വിഷാദത്തെ പൂണ്ടതു കണ്ടു മറ്റുള്ള ജനങ്ങളും എത്രയും ദുഃഖം പൂണ്ടാർ. ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളുമായി അദ്ദേഹം ലക്ഷ്മണനെ പരിത്യജിക്കുകയാണ് ഉണ്ടായത്. ഇനി തനിക്ക് അധിക നേരം ജീവിച്ചിരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ഈ രംഗം കണ്ടുകൊണ്ട് നിന്ന സകലരും വാവിട്ട് കരയാൻ തുടങ്ങി. അഗ്രജന്മാരെ തൊഴുതാചാര്യപാദാബ്ജവും അഗ്രേ വീണുടൻ നമസ്കരിച്ചു പുറപ്പെട്ടാൻ. ഉടൻ തന്നെ രാമഭദ്രന്റെ പാദങ്ങളിൽ വീണ് തൊഴുതു. അതിനുശേഷം ആചാര്യനെ നമസ്കരിച്ചു. മന്ത്രിമാരോടൊക്കെ യാത്ര ചോദിച്ചു. ലക്ഷ്മണൻ അവിടെ നിന്നും പുറപ്പെട്ടു. എന്നേക്കുമായി അയോധ്യയോട് വിട പറഞ്ഞു. ചെന്നിരുന്നിതു മഹാസരയൂ നദീതീരെ തന്നുള്ളിൽ ബ്രഹ്മധ്യാനമുറച്ചു യോഗത്തോടെ. നേരെ സരയൂ നദി ലക്ഷ്യമാക്കിയാണ് പോയത്. ആ നദീതീരത്ത് ചെന്ന് ബ്രഹ്മധ്യാനത്തിൽ മുഴുകി യോഗാഗ്നിയിൽ തന്റെ ശരീരം ഉപേക്ഷിച്ചു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തേറ്റം പുകഴ്ത്തിന. ദേവേന്ദ്രൻ വിമാനവുമായി വന്നാനതു നേരം സുമിത്രാത്മജനെയും വ്യോമയാനത്തിലേറ്റിയ അമർത്യാലയത്തിങ്കൽ സുഖിച്ചു വസിപ്പിച്ചാൻ. ദേവകൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. ദേവേന്ദ്രൻ അതാ വിമാനത്തിൽ വന്നിട്ട് ലക്ഷ്മണനെ കൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആതിഥേയന്മാരെല്ലാം പ്രീതന്മാരായാരപ്പോൾ ആദിനാഥനും എഴുന്നള്ളുമെന്നോർത്തു ഭക്തിയാ. തന്റെ അംശാവതാരമായ അനുജൻ യാത്രയായി കഴിഞ്ഞു. ഉടൻ തന്നെ വൈകുണ്ഠനാഥനും എത്തുമെന്നുള്ള ആ സന്തോഷത്തോടു കൂടി ദേവന്മാർ അങ്ങനെ അവിടെ കാത്തിരുന്നു. ഹരേ രാമ. ഇന്നത്തെ പഠനം നമുക്കിവിടെ സമ്പൂർണമാക്കാം. ഇനി ഭഗവാന്റെ ആ മഹാപ്രസ്ഥാനമാണ്. അത് അടുത്ത നാൾ പാരായണം ചെയ്ത് പഠിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.